പറഞ്ഞു ശക്തമായി തിരിച്ചു എന്താണ് പുറകിൽ പോയതാ. വെരി ഗുഡ്. മാഷേ, നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനു പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വ്യക്തി താല്പര്യം ഉടലെടുക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മണവാളൻ എന്ന് പറയുന്ന യൂട്യൂബർ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോലീസ് പിടികൂടി. 10 മാസമായിട്ട് മുങ്ങി നടക്കുകയായിരുന്നു. കുറച്ച് ആളുകൾ 2 പേരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലെ പ്രതിയാണ് ഇദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തെ പിടികൂടി. ഇദ്ദേഹം ജില്ലാ ജയിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ്, ശക്തമായിട്ട് തിരിച്ചു വരും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ജയിലിലേക്ക് പ്രവേശിക്കുന്നത്. വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ആ വീഡിയോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നത്? കാരണം ജയിലിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ഒരു ആഘോഷപൂർവ്വം എന്തോ ഹണിമൂണിനൊക്കെ പോകുന്ന പോലെയുള്ളൊരു അവസ്ഥയായി മാറി തീർന്നു. നേരത്തെ ജയിലിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള കുറ്റവാളികളെ ജയിലധികൃതർ സ്വീകരിച്ചിരുന്ന നടയടി എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ എന്നുവെച്ചാൽ കയറി അപ്പടിക്കവന്. ആ സ്ഥിതി മനുഷ്യവിരുദ്ധമാണ് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഏറ്റുവാങ്ങിയ കാര്യമായിരുന്നു. ഒക്കെ ഇതിന് അടി കിട്ടുമായിരുന്നു. അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുറ്റക്കാരന് അല്ലെങ്കിൽ കുറ്റവാളികളുടെ ബന്ധുക്കൾ പലപ്പോഴും ജയിലധികാരികൾക്ക് സമ്മാനങ്ങളെ കൊടുക്കുമായിരുന്നു. അങ്ങനെ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നടയടിയില്ലാതെ രക്ഷപ്പെടായിരുന്നു. പക്ഷേ പിന്നീട് പോയി പോലീസിനെ പരിഹസിക്കാനായിട്ട് കുറ്റവാളികൾ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരള പോലീസിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. പല കാര്യങ്ങളിലും കേരള പോലീസ് വളരെ സുദീർഘമായിട്ടുള്ള സേവനം നടത്തുന്നു എന്ന് കോടതി പോലും പരാമർശിച്ചു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഷായ കേസിൽ പോലീസ് എടുത്ത നിലപാടെന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മണവാളനെ സ്വീകരിച്ചത് അങ്ങനെയല്ല. അയാൾക്ക് റീൽസ് ഷൂട്ട് ചെയ്യാനും അതുപോലെ പോലീസിനെ പരിഹസിക്കാനും ഒക്കെ പറ്റുന്ന അവസരം ഉണ്ടാക്കി കൊടുത്തു. ആരെ? പോലീസുകാരെ. അദ്ദേഹം ഈ ക്യാമറകൾക്ക് മുമ്പിലൊക്കെ ഈ കൈ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടൊക്കെയാണ്. അതെ, അവന് ഒരു അടിയപ്പ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പുഞ്ചിരിയും അതേപോലെ കിണ്ടിയൊക്കെ തീരുമായിരുന്നു. പക്ഷെ അവൻ നേരത്തെ തന്നെ ഈ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള കാശൊക്കെ കൊടുത്ത് ഇവരെ ഒതുക്കി നിർത്തിയിട്ടായിരിക്കണം ഈ പരിപാടി നടത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. വളരെ ആസൂത്രിതമായിട്ട് റീൽസ് എടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ അറസ്റ്റിനെ പോലും ഒരു ആഘോഷമായിട്ട് അയാൾ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ജയിലധികൃതരെയോ പോലീസുകാരെയോ ആളുകൾ അപഹസിക്കുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. എന്തിനാണ് കുറ്റവാളിയെ ജയിലിലിടുന്നത്? അവനൊരു കുറ്റം ചെയ്തിരിക്കുന്നു, ആ കുറ്റത്തിന് അവന് ആവശ്യമായിട്ടുള്ള ശിക്ഷ നൽകുക. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ കുറ്റവിനി മറ്റൊരാൾ ചെയ്യാൻ പാടില്ല. ഇതാണല്ലോ അതിൻ്റെ സന്ദേശം. വളരെ ലളിതമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുറ്റവാളിയെ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ജയിൽ കവാടത്തിൽ നിന്ന് കൈ ഉയർത്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും വീശി അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതാ ഞാൻ തിരുത്തി വരും, ഞങ്ങൾ ആഹ്ലാദത്തോടെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞോ, ശക്തമായി തിരിച്ചു വരും. ശക്തമായി തിരിച്ചു വരും. അങ്ങനെ പറയാനും അതുപോലെ തന്നെ ഇതില് എന്താണ് പ്രശ്നം? ഇതിൽ ഈ റീൽസ് എടുക്കുന്ന ആള് എന്ന് പറയുന്നത് ഇതേ കേസിലെ 1-ാം പ്രതി സഞ്ജിത്താണ്. റീൽസ് എടുക്കുന്ന ആള്. അതൊക്കെ ഞാൻ പറയുന്നത് പോലീസ് സൗകര്യം ഒരുക്കി കൊടുക്കാതെ എങ്ങനെയാണ് ഇവർക്ക് റീൽസ് എടുക്കാനായിട്ട് പറ്റുക? അപ്പോൾ പോലീസ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന വെറുതെ സൗകര്യം ചെയ്തു കൊടുക്കില്ല. പോലീസ് പണം വാങ്ങി സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മണവാളൻ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബർ, അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്ത്? കേരളോർമ്മ കോളേജിലെ 2 വിദ്യാർത്ഥികളെ കാറടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹം മുങ്ങി നടന്നു. അവിടെ നിന്ന് മുങ്ങിയാണ്. 10 മാസമായിട്ട് പോലീസ് അയാളെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അവസാനം കുടകിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി പോലീസ് പിടിക്കുന്ന സമയത്ത് പോലീസിനോട് അദ്ദേഹം പറഞ്ഞത് ട്രിപ്പ് പോയതാണ്. കേരളത്തിൽ ഭയങ്കര ചൂടാണ്, ഞാൻ അതുകൊണ്ട് അല്പം തണുപ്പ് ആസ്വദിക്കാൻ വന്നാണ് പറഞ്ഞത്. അടിക്കാൻ അവനെ ആളില്ലാണ്ട് എൻ്റെ പേരിൽ ആണ് അത്തരം വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. സാധാരണ രീതിയിൽ തന്നെ പോലീസുകാരോട് നമുക്ക് സംസാരിക്കാൻ പേടിയാണ്. കാരണം അവർ ചീത്ത പറയും അല്ലെങ്കിൽ തല്ലും. ഇതാണ് അവരുടെ പൊതു സ്വഭാവം. പിന്നെ അവർ ചീത്ത പറയാതിരിക്കുകയും തല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാശ് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ യൂട്യൂബിന്റെ കാശ് അതിന് കയ്പില്ല എന്ന് മനസ്സിലാക്കി അത് കൈപ്പറ്റി
അതിനുശേഷം അവന് എല്ലാ തോന്നിയാസങ്ങളും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ലളിതമായിട്ട് വിടാം. പക്ഷെ പ്രശ്നം എന്താണ്? ഇതെന്തിനാണ് വെല്ലുവിളിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ വെല്ലുവിളിക്കുന്നത്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാനായിട്ട് യൂട്യൂബർക്ക് കഴിയും, അതും ന്യൂജൻ യൂട്യൂബർക്ക് കഴിയും എന്ന് അദ്ദേഹം കേരളത്തിന് മുഴുവൻ നൽകുന്ന സന്ദേശമാണ്. കേരളത്തിന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മലയാളികൾക്കും അദ്ദേഹം നൽകുന്ന സന്ദേശം ഇതാണ്. ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ വെട്ടിക്കൊന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ ക്യാമറയ്ക്ക് മുമ്പിൽ നോക്കിയിട്ട് ഇത് കൊടുക്കുകയായിരുന്നു, ഉമ്മ കൊടുക്കുകയായിരുന്നു. ക്യാമറ നോക്കിയിട്ട് ടെലിവിഷൻ ക്യാമറകൾക്ക് വരുമ്പോൾ ഉമ്മ കൊടുക്കുക. ഇത്തരം രീതിയിലുള്ള സമീപനങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ജയിലിലേക്ക് പോവുക, അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമല്ല, ആഘോഷിക്കേണ്ട ഒരു വലിയ ഉന്മാദാവസ്ഥയാണ് എന്ന് കരുതപ്പെടുന്ന തരത്തിലുള്ള ഒരു സമൂഹമായിട്ട് മാറുകയാണ്. അതെ, ഒരു ചുംബനം കൊടുക്കാൻ ഒരാൾക്ക് ഇത്ര ധൈര്യം, അതും പോലീസ് അകത്ത്, ഈ വാഹനത്തിന്റെ അകത്തിരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ക്യാമറയ്ക്ക് നോക്കിയിട്ട് ചുംബനം കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഈ ബോച്ചയുടെ വിഷയം. ഇപ്പം ബോച്ച ജയിലിലായപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥര്, ഈ DIG അടക്കമുള്ളവരെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വഴിവിട്ട രീതിയിൽ സഹായം നൽകി എന്നത് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ രീതിയിൽ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വ്യക്തിയുടെ താല്പര്യമാണ് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നത്. ആ വ്യക്തിയുടെ താല്പര്യത്തിനേക്കാൾ ഉപരിയായി പണമുണ്ടല്ലോ, പണം. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോലീസുകാരനെയും ഒരു കൊടിച്ചിപ്പെട്ടിയെ പോലെയാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അതിന്റെ പിന്നിലുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ബോച്ചയുടെ ഇഷ്ടം പോലെ പണമുണ്ട്. അത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജയിലിൽ പോകുന്ന സമയത്ത് കൊടുക്കുന്നു. ജയിൽ അദ്ദേഹത്തിന് ഏറ്റവും പരിലാളനം ലഭിക്കുന്ന കേന്ദ്രമായിട്ട് മാറിത്തീർന്നു. എന്ത് സൗകര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെടുന്നു അത് ചെയ്തു കൊടുക്കുന്നു. അത് ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നു. അത് സൗഹൃദത്തിന്റെ പേരിലല്ല, പണത്തിന്റെ പേരിലാണ്. പണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പണം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരെ മുഴുവനും എന്ത് തരത്തിലുള്ള കൊള്ളരായ്മ ചെയ്യുന്നതിനുമുള്ള പ്രേരക ശക്തിയായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു വലിയ അർബുദം എന്ന് പറയുന്നത് അഴിമതിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ മന്ത്രിമാര്, അതേപോലെ നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ, ഇവരൊക്കെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് പണം വാങ്ങി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് മാറിയ ഒരു കാലാവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ അഴിമതിയാണ് ഇവരുടെയൊക്കെ ഊർജം എന്നുള്ളതാണ് പ്രശ്നം. ആ ഊർജമാണ് ജയിലിലേക്ക് പതുക്കെ പകരപ്പെടുകയും നേരത്തെ തന്നെ ജയിലിൽ ഇതുണ്ട്. വളരെ പുരാതനമായ കാലം മുതൽ തന്നെ ജയിലിലെ അധികൃതർ എന്ന് പറയുന്നത് ഇങ്ങനെ തടവുകാരനെ തടവിയും തലോടിയും ഒക്കെ പണമുണ്ടാക്കുന്ന പാഠങ്ങൾ പഠിച്ച ആളുകളാണ്. അവരിപ്പോൾ പുതിയ കാലത്ത് ബോച്ചയെ പോലെയുള്ള മുതലാളിമാർ വരുമ്പോൾ കൂടുതൽ പണം ലഭിക്കും എന്നുള്ളതിൻ്റെ പേരിൽ ബോച്ചയ്ക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഈ നമ്മളുടെ പുതിയ കഥാപാത്രം റീൽസ് മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് അവന്റെ യഥാർത്ഥ പേര്. പക്ഷെ ആ പേര് എത്ര അധികം ആളുകൾക്ക് പരിചയമല്ല. മണവാളൻ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന് പറയുന്ന ആളുകൾക്ക് അറിയില്ല, പക്ഷെ മണവാളനെ അറിയാം. അപ്പൊ മണവാളൻ നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്ക് മരുന്ന് കഴിച്ച് പോലെ നമ്മളുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഭിനയിക്കാനായിട്ട് അയാൾക്ക് അവസരം സൗകര്യമൊരുക്കി കൊടുക്കുന്നത് പോലീസാണ്. ആ പോലീസ് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഈ പോലീസിനെ ജയിലിൽ അടക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും എന്നാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയല്ല പോലീസ് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു മാതൃകയ്ക്ക് യഥാർത്ഥത്തിൽ വഴിമരുന്നിട്ടതിന് ഇവിടുത്തെ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ പങ്കില്ലെന്ന് ഇപ്പം പലരും ചോദിച്ചു. അല്ല, ഭരണവർഗ പാർട്ടികൾക്ക് എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടാവില്ല. അവർ ചെയ്യുന്ന പ്രവർത്തികൾ അതിന്റെ മാതൃക, അതൊരു മാതൃകയായിട്ട് എടുത്തിട്ട് അതിന്റെ പിന്നാലെ തുടരുകയാണ്. TP ചന്ദ്രശേഖരൻ കേസിൽ ജയിലിൽ അകപ്പെട്ട പ്രതികൾ, ആ പ്രതികൾക്ക് അതിൻ്റെ അകത്ത് അവര് ഫോൺ ഉപയോഗിച്ച് ഫേസ്ബുക്കിലടക്കം ഗ്രൂപ്പ് സെൽഫി അടക്കം എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളും പിന്നീട് അത് വലിയ വിവാദങ്ങൾക്കൊക്കെയുള്ള കാരണമായി തീർന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഒരു ഘടന അങ്ങനെയായിട്ട് മാറും. TP ചന്ദ്രശേഖരൻ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും പോലീസ് ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരുക്കി കൊടുത്ത പോലീസിന് 2 തരത്തിലുള്ള പ്രതിഫലങ്ങൾ കിട്ടാം. പണം കിട്ടാം, അതുപോലെ മദ്യം കിട്ടാം, അതുപോലെ തന്നെ പദവികളിലേക്ക് അവർക്ക് പ്രവേശിക്കാനായിട്ടുള്ള ചവിട്ടുപടിയായിട്ടും അവരുടെ ഈ പ്രവർത്തനത്തെ കണക്കാക്കാൻ കഴിയും. ഇത് കണ്ടിട്ടാണ് മറ്റ് ജയിലുകളിലെ പോലീസുകാരെന്ത് ചെയ്യുന്നത്? വരുന്ന പ്രതിയെ നോക്കി പ്രതിയുടെ സാധ്യത, അതിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. പണമില്ലാത്ത ഒരുത്തൻ വന്നാൽ ഇവരെന്തെങ്കിലും സഹായം ചെയ്യുമോ? ഇല്ല. അധികാരമില്ലാത്ത ഒരുത്തൻ വന്നാൽ എന്തെങ്കിലും സഹായം ചെയ്യുമോ? ഇല്ല. അപ്പോൾ പണമുള്ളവർ വരുമ്പോൾ
അവരിൽ നിന്ന് പണം പിടുങ്ങാനും അധികാരമുള്ളവർ വരുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് തങ്ങളുടെ ഭാവിയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രീതിശാസ്ത്രം പോലീസ് പിന്തുടരുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. എന്നാലും മണവാളൻ എന്താണ് ചെയ്യേണ്ടത്? മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷേ അല്ല, ഇത് മാറാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇത് നിരന്തരമായി വിമർശിക്കുകയും വലിയ തരത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇതിനെന്തെങ്കിലും മാറ്റം വരാൻ. നാണം വരണം രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ ഭരണകൂട അധികാരികൾക്കും. അവർക്കൊരു നാണം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ സമൂഹം പ്രതികരിച്ചാൽ ഇതിൽ മാറ്റം വരും. അല്ലെങ്കിൽ മാറ്റമൊന്നും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.